ഈ പുതിയ കാലത്ത് ക്യാമ്പസുകളിൽ വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന 2-3 ആശയങ്ങളുണ്ട്. അത് ക്യാമ്പസിലൊക്കെ ബന്ധപ്പെട്ട കുട്ടികൾക്കൊക്കെ അത് വേഗം മനസ്സിലാവും. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് അത്തീസം എന്ന് പറയും, നിരീശ്വരവാദം. ഇത് ക്യാമ്പസുകളിൽ വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ അടുത്ത് തൊട്ടടുത്തൊക്കെ ഒരു മാസത്തിൽ 2 പണ്ഡിതന്മാരുടെ മക്കള് നിരീശ്വരവാദികളായത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. 2ഉം പണ്ഡിതന്മാരുടെ മക്കളാണ്. ഒന്ന് ആൺകുട്ടിയാണ്, ഒന്ന് പെൺകുട്ടിയാണ്. ആ മാറ്റമേ ഉള്ളൂ. കാര്യമായ പണ്ഡിതന്മാരുടെ മക്കൾ. ഈ പണ്ഡിതന്മാർ കരയാണ് ലാസ്റ്റ്. സാറേ എന്താ ചെയ്യുക? മക്കൾ ഒരാൾ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഒന്നും ഞാൻ പറയുന്നില്ല, സങ്കടത്തോടെ പറയണം, എൻ്റെ മോള് ഇതാ നിരീശ്വരവാദി ആയിരിക്കുന്നു. ലാസ്റ്റ് ആ മോള് വന്ന് നോക്കാം, മോള് പാപ്പാൻ്റെ കൂടെ വരില്ല, ഉമ്മാൻ്റെ കൂടെ വരില്ല. ലാസ്റ്റ് നോക്കുന്ന സമയത്ത് തട്ടവുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. ഞാൻ വിചാരിച്ചു അതിന് തൊട്ടടുത്തൊരു കേസ്, ഒരു കേസ്, അടുത്ത കേസ്. അപ്പോൾ ആ പെൺകുട്ടി ആദ്യം വന്നാവുന്ന ഞാൻ വിചാരിച്ചത്. സാധാരണ കോലമെങ്കിലും ഉണ്ടാവാൻ അതുമില്ല. അതേപോലെയുള്ള അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഖിയാമത്താളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചില ദൗത്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്. രണ്ടാമതായിട്ട് അതിനെ ചുറ്റിപ്പറ്റി തന്നെ അഗ്നോസ്റ്റിക് കൺസെപ്റ്റുകളും അതേപോലെ ലിബറലിസം, സ്വതന്ത്രവാദങ്ങളും അവനവന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം എന്ന് വാദിക്കുന്ന കുട്ടികളുടെയും എണ്ണം ക്യാമ്പസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? അവിശ്വാസിയായി കഴിഞ്ഞാൽ നിസ്കരിക്കണ്ട, കള്ളു കുടിക്കാം, മയക്കുമരുന്ന് ഉപയോഗിക്കാം, പ്രേമിക്കാം, എന്തും ചെയ്യാൻ തോന്നുമ്പോൾ വീട്ടിലേക്ക് കയറി വരാം. ബാപ്പാൻ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബാപ്പ ദാറ്റ് ഈസ് യുവർ ചോയ്സ്, ദിസ് ഇസ് മൈ ചോയ്സ് എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറയിലെ ഏതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കോളേജുകളിലും ചില സ്കൂളുകളിലും ചില ഗവൺമെൻറ് കോളേജുകളിൽ, ഞാൻ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ കുറ്റം പറയല്ല കേട്ടോ, ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളിലുള്ള ടീച്ചേഴ്സ് അടക്കം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ആ കേസുകൾ നമ്മുടെ അടുത്ത് വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചില കേസുകളിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി പഠിപ്പിച്ചാൽ മതി, ദയവേത് കുട്ടികളെ നിങ്ങളുടെ ആശയം നിങ്ങൾ പഠിപ്പിക്കരുത്, അതിനുള്ള വേദിയല്ല പബ്ലിക് സ്കൂളുകൾ എന്ന് ചില കേസുകൾ നമുക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. ചില കേസുകൾ പ്രിൻസിപ്പളോട് പറയിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില കേസുകൾ നിയമപരമായ ചില രീതികളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തോ ആയിക്കോട്ടെ, ആരെന്ത് പറഞ്ഞാലും നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ, ഞാൻ ഈ പറഞ്ഞ ഈ 7ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ എത്രയും മദ്രസ ഉണ്ട്? 10. ഈ 10ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് 9ാം ക്ലാസ് കഴിഞ്ഞ് മദ്രസ കഴിഞ്ഞ് പോകുന്ന കുട്ടി, അതുകൊണ്ട് ഈമാനിൻ്റെ കമാലിയത്തിൽ എത്തുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പെൺകുട്ടികൾക്ക് വേറെയും, പെൺകുട്ടികൾ പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേറെ ഒരു സിലബസ് വെച്ചുകൊണ്ട്. ഇപ്പോൾ ഫത്തുൽ മീൻ ആണെങ്കിൽ ഫത്തുൽ മീൻ്റെ ഒരു മസാല പറയുമ്പോൾ അതിൻ്റെ തസവുവും കൂടെ ഉസ്താദ് തന്നെ കൂടെ പറയും. മസാല കൊണ്ട് മാത്രം കാര്യമാവില്ല, മസാല നിർബന്ധമാണ് നമുക്ക്, പക്ഷെ അതിൻ്റെ തസവുവും കൂടെ എൻ്റെ കൂടെ വരണം. അത് ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്, ഇതില്ലാതെ അതും അതില്ലാതെ രണ്ടും പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തസവുഫ് ഇല്ലാത്ത ഫിഖും, ഫിഖ് ഇല്ലാത്ത തസവ് രണ്ടും പ്രശ്നമാണ്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നിനെ മാറ്റി വെക്കാൻ കഴിയില്ല. പിന്നെ ഗസാലി ഇമാം ചില വിഷയങ്ങളിലൊക്കെ കുറച്ച് കഠിനമായ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ഏതായാലും ഇത് രണ്ടും വേണം നമുക്ക്. അപ്പോൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലത്ത് നിങ്ങളുടെയൊക്കെ മക്കൾ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും ചിലപ്പോൾ, ആ മക്കൾ അല്ലെങ്കിൽ അനിയന്മാരല്ല അനിയത്തിമാർ, അവർ 4 ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. അത് ശ്രദ്ധിച്ചിട്ട് അവർ 4 ചോദ്യം ചോദിക്കുക, 4 ചോദ്യം നമുക്ക് ഉത്തരമില്ല. പിന്നെ ഒറ്റ ഒരു കാര്യമുള്ളൂ, എന്ത്? ഞാൻ ബാപ്പയാണ്, മര്യാദക്കും ഉണ്ടാകുന്നു, ഞാൻ പറഞ്ഞേ കേട്ടാൽ മതി. അവർ നിൽക്കില്ല. അതിലൊരു 15, 16, 17, 18 വയസ്സ് വരെ മാക്സിമം നിൽക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അവരെ പിടിച്ചു വെക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവർ നിസ്കരിക്കുന്നത് പോലെ കാണിച്ചാലും കൽബ് കൊണ്ടവർ നിസ്കരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ ഒരു അത്തീസം എന്ന് പറയുന്ന നിരീശ്വരവാദം, അതേപോലെ ഫെമിനിസം, സ്ത്രീപക്ഷവാദം, കോളേജിൽ പരസ്യമായിട്ട് ഞാൻ എത്രയോ കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ, അപ്പോൾ ഈ അടുത്തൊരു ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പെൺകുട്ടി ലൈവായിട്ട് ചോദിക്കുകയാണ്. ഒരു മടിയെന്ന് ഞാൻ പറയുന്നില്ല, അറിയാനാണെന്ന് വിചാരിക്കുന്നു ഞാൻ. ഒരു പെൺകുട്ടി നല്ല മഫ്തൊക്കെ ഇട്ടൊരു പെൺകുട്ടി ചോദിക്കും, സാറേ ലെസ്ബിയനിസത്തിന് എന്താ കുഴപ്പമൊന്നും? ലെസ്ബിയൻ ആയ എന്താ കുഴപ്പം? ദാറ്റ്സ് അവർ ചോയ്സ്. എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. ഈ അടുത്ത കാലം വരെയും അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ടൊരു മാനുവൽ ഉണ്ട്. ആ മാനുവലിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ മനോരോഗത്തിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ ഒരു ഇൻ്റർനാഷണൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ മനോരോഗത്തിൻ്റെ, മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ ഉള്ള രോഗങ്ങളിൽ പെട്ടതായിരുന്നു ഹോമോസെക്ച്വാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചു കാലം മുമ്പ് ഹോമോസെക്ച്വാലിറ്റി ആഘോഷിക്കുന്ന ആളുകളുടെ ശക്തമായ സമ്മർദ്ദം കാരണമായിട്ട് അവർ ആ ലിസ്റ്റിൽ നിന്ന്, ആ മാനുവലിൽ നിന്ന്, DSM എന്ന് പറയും, ആ മാനുവലിൽ നിന്ന് അവർ ആ സാധനം മാറ്റി. ഇപ്പം അത് ആഘോഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏത് വരെ ഒരാൾക്ക് ഇപ്പോൾ ഈ ബ്രിട്ടനിൽ ഒരു ഉദാഹരണം പറയും, UK ഈ ഞാൻ നായയാണ് എന്ന് പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചില ആൾ നമ്മുടെ കേരളത്തിൽ വന്നില്ല, ഞാൻ പെണ്ണാണ് അല്ലെങ്കിൽ ആണാണെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ വന്നല്ലോ, ജെൻഡർ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നല്ലോ. അപ്പം ഞാൻ ആണാണ് എന്ന് തോന്നുന്ന ആ ഒരു പെണ്ണിന് ആണായിക്കോട്ടെ എന്നാണ് പറയുന്നത്. ഞാൻ പെണ്ണായിക്കോട്ടെ തോന്നുന്ന ആളുകൾക്ക് പെണ്ണാണ് തോന്നുകയാണെങ്കിൽ പെണ്ണ് ആണായിക്കോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ വിഷയത്തിലേക്ക് എല്ലാം കിടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ബ്രിട്ടനിൽ
നായകളുടെ അതായത് മനുഷ്യന്മാരാണ്, പക്ഷേ നായയാണ് ഞാൻ എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. അത് പെൻഗ്വിനാണ്, പെൻഗ്വിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്. മനുഷ്യന്മാരാണ് ശരിക്ക്. എന്നിട്ട് അവർ നായയുടെ രൂപത്തിൽ നടക്കുക, മുട്ടുകുത്തി നടക്കുക, ആ വേഷം ധരിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളായിട്ട് ചെയ്യുന്ന ആ ക്ലബിൽ 10,000-ലധികം മെമ്പർമാരുണ്ട്. അത് മനോരോഗമാണ്. അതേപോലെ ഒരു മനോരോഗമായിരുന്നു സ്വവർഗ ലൈംഗികത എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ പുതിയ കാലത്തെ ക്യാമ്പസുകളിൽ അത് പ്രശ്നമല്ല എന്ന് പഠിപ്പിക്കുന്നിടത്താണുള്ളത്. ആൺകുട്ടികളും ചോദിക്കുന്നു, പെൺകുട്ടികളും ചോദിക്കുന്നു, സാറാ ലെസ്ബീനായ എന്താ കുഴപ്പം, ഗേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ വരുന്നത്. ചോദ്യങ്ങൾ ഭയക്കാൻ ഇസ്ലാമിന് പാടില്ല, ചോദ്യങ്ങൾ ഭയക്കേണ്ടതുമില്ല. ഇസ്ലാമിന് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. പക്ഷേ പാപ്പാക്ക് അറിയില്ല, ഉത്തരം അറിയില്ല, ഉമ്മാക്കും അറിയില്ല, വല്യപ്പാക്കും അറിയില്ല, ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയപ്പെട്ട ഇങ്ങനെയുള്ള പുതിയ ക്യാമ്പസിലെ ഇത്തരത്തിലുള്ള പിഴച്ച അവസ്ഥകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നതിന് കൃത്യമായ ഒരു ബദൽ അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് അറിവ് ആയുധമാക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്. അത് മഹലിൻ്റെ ഉത്തരവാദിത്തം ഒന്ന് ആലോചിച്ച് നോക്കൂ. പല മഹലുകളും ഞാൻ പാവപ്പെട്ട ആൾ എന്നാലും ചില നിർദ്ദേശം ചില ആൾക്കാരൊക്കെ തുടങ്ങി. സൺഡേയിലെങ്കിലും ഒരു സ്കൂള് പെൺകുട്ടികൾക്ക്, അതിൽ 35-40 വയസ്സുള്ള പെണ്ണുങ്ങളൊക്കെ വരുന്ന മറ്റേ വനിതാ ക്ലാസ് എല്ലാം പറയുന്നുണ്ട്. വനിതാ ക്ലാസ് വേറെ നടന്നോട്ടെ, അത് ഒരു മറ്റൊരു ശൈലിയായിരിക്കും, അത് വേറെ. ഞാൻ പറഞ്ഞ സിലബസ് വെച്ചിട്ട് അതിൽ പരീക്ഷ ഒക്കെ നടത്തണം. പരീക്ഷ നടത്തണമെങ്കിൽ പരീക്ഷ പഴിച്ചിട്ട് ആൾ വരാതിരിക്കാനും പാടില്ല. ഈ വിരിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, നിങ്ങളൊക്കെ വന്നിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ഇൻഷാ അല്ലാഹ് പറ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ആയ വേറെ ഗുണം കൂടെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ ദർസിൽ പ്രായമുള്ള 50-60 പ്രായമുള്ളവരൊക്കെ വരണം. എന്നിട്ട് ഫത്തുൽ മീൻ അല്ലെങ്കിൽ എന്താ ചെറിയ എന്തെങ്കിലും കിതാബുകളൊക്കെ വെച്ചിട്ട് മുത്തഫരീദൊക്കെ വെച്ച് തുടങ്ങുന്നേ. അങ്ങനെ അത് നടന്നോട്ടെ. അതിലെന്താ ചർച്ച എന്താ? അതൊന്നും സിസ്റ്റമാറ്റിക് ആക്കിയാൽ മതി. എന്നാല് അതിൽ വരാത്തവരൊക്കെ വരിക, ഒരു സിസ്റ്റമാറ്റിക് ആക്കിയാൽ മാറ്റത്. അപ്പം ഈ മഹലിൽ എല്ലാവരും വരണം. അറിവ് എല്ലാവർക്കും വേണ്ടേ? ഫുള്ള് തികഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ആരും തികഞ്ഞവരുണ്ടാവില്ല, ഒറ്റ കുട്ടി തികഞ്ഞവരുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും അതിൽ വരിക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉസ്താദിനോട് ചോദിക്കുക. അങ്ങനെ നിങ്ങളിന് അറിവുള്ള വാപ്പയാവും, അറിവുള്ള ഉമ്മയാവും, അറിവുള്ള ഏട്ടനാവും, അറിവുള്ള അറിവുള്ള ഏട്ടത്തി കൈമാറും. അപ്പോൾ ഈ കുട്ടികളുടെ ചോദ്യത്തിന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് ഉടന്നോ, അത് ഏതുവരെയെന്നറിയാം. നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വരെ ഉമ്മമാർക്കൊന്നും ശൈലി പോലും അറിയുന്നില്ല. മര്യാദയ്ക്ക് നിസ്കരിച്ചോ, അള്ളാഹു നരകത്തിലിടുന്ന, അങ്ങനെയല്ല പഠിപ്പിക്കുക. അതൊരു അള്ളാഹുവിനോടുള്ള ഒരു പ്രണയത്തിലേക്ക് മക്കളെ എത്തിക്കണം. എന്നിട്ട് ആ പ്രണയത്തിൻ്റെ എക്സ്പ്രഷനാണ് മക്കളെ നിസ്കാരം എന്ന് പഠിപ്പിക്കണം. നിങ്ങൾ പ്രണയമില്ലാതെ ശരീരം കൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ബദനിയായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ മർമ്മ പ്രാധാന്യമുള്ള ഏറ്റവും പ്രാധാന്യമുള്ളത് നിസ്കാരമാകുന്നു. ഈ മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നിസ്കാരമാകുന്നു. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിസ്കാരം ആത്മാവില്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ എന്താണെന്നറിയാം, നമ്മുടെ മക്കൾക്ക് നിസ്കാരം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരു നിർബന്ധമാണ്, ഇല്ലെങ്കിൽ നരകത്തിലൂടെന്നല്ല പറയേണ്ടത്. അത് നരകത്തിലൂടെന്നുള്ള ഉള്ളത് തന്നെയാണ്. പക്ഷേ അള്ളാഹു എന്ന് പറയുന്ന, എനിക്ക് കണ്ണും കയ്യും കാലും മൂക്കും ചെവിയും ആരോഗ്യം, നിൽക്കാനും നടക്കാനും ഇരിക്കാനും പോകാനും മനസ്സിലാക്കാനും തിന്നാനും കേൾക്കാനും സംസാരിക്കാനും വിദ്യാഭ്യാസം നേടാനും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും വീൽ ചെയറിലല്ലാതെ ജീവിക്കാനും കാണാനും മാരകമായ രോഗം തരാത്തവനുമായ ഖാലിഖായ സ്നേഹനിധിയായ റബ്ബിനെ കുറിച്ചുള്ളൊരു പ്രണയാധിഷ്ഠിതമായ ഒരു സംഭാഷണമാണ് മക്കളെ നിസ്കാരം എന്നുള്ള ഒരു തലത്തിലേക്ക് ഇത് മാറണം. അല്ലെങ്കിൽ നിസ്കാരം വെറുതെയാണ്. ഏതുപോലെ ഇപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, ഉദാഹരണം പറഞ്ഞു തരാം. ഒരാൾ നിസ്കരിക്കാം, സുജൂദിലാണ് അയാൾ. സുജൂദിൽ ഇയാളുടെ ചിന്ത എന്താണെന്നറിയോ? മറ്റവൻ എങ്ങനെ പണി കൊടുക്കാന്ന്. ഇവനെ ഒരാൾ ഇടങ്ങാറാക്കിയിട്ടുണ്ട്, അപ്പുറത്തുള്ള അയൽവാസി ഇടങ്ങാറാക്കിയിട്ടുണ്ട്. ആ ഇടങ്ങാറാക്കി എങ്ങനെ പണി കൊടുക്കാന്ന് അയാൾ സുജൂദിൽ ആലോചിക്കുന്നത്. അത് സുജൂദല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ അല്ലാതെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ, ഖൽബിൽ പതിപ്പിച്ചുകൊണ്ട് അല്ലാതെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ റബ്ബിൽ നിന്ന് അകലുകയാണ് ചെയ്യുക. വൈലുല്ലിൽ മുസല്ലി എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശദീകരിക്കല്? വൈലുല്ലിൽ മുസല്ലി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർക്ക് അങ്ങോട്ട് നോക്കണ്ട, അത് ബെഞ്ച് കൊണ്ടുപോകാം, അതൊക്കെ നോക്കുക ആൾക്കാർ. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എല്ലാത്തിനും നമ്മൾ കണ്ണെത്തണം, അല്ലെങ്കിൽ സമാധാനം കിട്ടൂല. വാട്സപ്പുള്ളവർ എല്ലാ ഗ്രൂപ്പിലും നോക്കിയിട്ട് അവസാനം അപ്പുറത്ത് കിടക്കുന്ന ഭാര്യനോട് സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല. എന്നാലും ഒരു 78 ഗ്രൂപ്പിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അവസാന തീരുമാനമൊക്കെയായി. ഇനി എല്ലാം അൽഹംദുലില്ലാ എല്ലാം തീരുമാനം. അല്ലെങ്കിൽ സുക്കർബർഗ് ഇയാളെ വിളിച്ച് ചൂടാവും, അന്നെ ഞാൻ ഏൽപ്പിച്ചില്ലടാ, ഒക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സുക്കർബർഗ് ഇയാളെ ഏൽപ്പിച്ചതാണ്. ഇത് അഡ്മിന് +2 പഠിക്കുന്ന കുട്ടികളൊക്കെ പറയും എന്താ പണി, അഡ്മിനാണെന്ന് പറയും. എന്ത് അഡ്മിൻ? നമ്മൾ വിചാരിക്കും വല്ല കമ്പനിയിലെ അഡ്മിനാണ്. അതല്ല, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ അഡ്മിനായിട്ട് നടക്കുക കുറേ എണ്ണം. അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് എന്താ പറയുക സഹോദരങ്ങളെ, ആത്മാവില്ലാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അപ്പം ആത്മാവ് ഉണ്ടായിട്ട് എന്ത് വേണം? ഇൽമു വേണം. അതാണ് ഞാൻ ചർച്ചയൊക്കെ കൊണ്ടുവരുന്നത്, അതിലേക്കാണ്. ഇൽമു വേണം.
അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം. അപ്പോൾ ഈ ഒരാൾ സുജൂദിൽ കിടക്കുന്ന സുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവായിട്ട് ഏറ്റവും അടുത്ത് വരുന്നൊരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ തന്നെ ഇയാളുടെ ചിന്ത മറ്റവനെ ഞാൻ ശരിയാക്കി, അവന് ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല, ഓനെ ഞാൻ കാണിച്ചു കൊടുക്കാന്നൊക്കെയുള്ള പ്ലാനിങ് ആയി സുജൂദിൽ. സുജൂദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അറിയാം, പടച്ചോനെ ഞാൻ ഒന്നുമല്ലട്ടോ, ഞാൻ നിസ്സാരനാട്ടോ, എല്ലാം കഴിവുള്ളോ നീയാണട്ടോ പടച്ചോനെ, എനിക്കൊരു കഴിവില്ലട്ടോ, ഇസ്രായേൽ വന്ന ആ നിമിഷം പോകേണ്ടവനാട്ടോ പടച്ചോനെ, നീ തന്ന കഴിവുകൊണ്ട് മാത്രം കാണുന്ന കേൾക്കുന്ന നടക്കുന്ന ചിന്തിക്കുന്ന വരുന്ന ആളാണ് പടച്ചോനെ ഞാൻ എന്ന വിനയത്തിൻ്റെ അങ്ങേയറ്റത്തെ മഹാസമർപ്പണം, ദ കംപ്ലീറ്റ് സബ്മിഷൻ ഇൻ ഫ്രണ്ട് ഓഫ് അള്ളാഹ്, അതാണ് തസ്ലീം. അത് ചെയ്തവൻ്റെ പേരാണ് മുസ്ലിം, അതാണ് സുജൂദ്. ഈ ചിന്ത ഇല്ലാതെ ഒരാളിങ്ങനെ മറ്റവനെ ശരിയാക്കാനുള്ള കൽബും കൊണ്ട് ഇങ്ങനെ പോയി കിടന്നിട്ട് ഒരു കാര്യമില്ല. ഈ ശരീരം ഇങ്ങനെ പോയി കിടക്കുന്ന സമയത്ത് കൽബ് അതിനേക്കാൾ തവാളോ വേണം. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിലേക്ക് എത്ര നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഞായറാഴ്ച കൊണ്ട് പറഞ്ഞു, ഞായറാഴ്ചയുള്ള ക്ലാസ് ആണെങ്കിൽ അത് സജീവമാക്കുക. എല്ലാവരും വരും ഇതിൽ. ഇപ്പോൾ വരുന്നതിന് പുറമെ എല്ലാവരും ഇതിൽ വരിക, അത് സജീവമാക്കുക. മദ്രസ കഴിഞ്ഞ് കുട്ടികളൊക്കെ വരണം. അതിനെന്ത് ചെയ്യണം? ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ആൾക്കാർ മുൻകൈ എടുക്കണം. അതിനെന്ത് മുൻകൈ എടുക്കാറെങ്ങനെ? മുൻകൈ ഇങ്ങ് എടുത്തിട്ട് അപ്പുറം കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആ സമയത്ത് കിടന്നുറങ്ങല്ലോ. സാറേ ഞാൻ മുൻകൈ എടുക്കലുണ്ട്, ഇതിനെന്താ ചെയ്തത്? കാലിൻ്റെ ഉള്ളിലിട്ടിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അതല്ല പറയുന്നത്. മുൻകൈ എടുത്തിട്ട് രാവിലെ എഴുന്നേറ്റ് പള്ളി വന്നിട്ട് എപ്പോഴാണ് ക്ലാസ് ഉണ്ടാവല്ലേ? സുബഹിസ്കരിച്ച ഉടനെ ആ പള്ളിക്ക് വന്നാൽ മതി. അത് മുടക്കരുത്, അതെന്തുണ്ടായാലും മുടക്കരുത്. നമുക്ക് എന്താണെന്നറിയോ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഹല്ല് അറിവുള്ള മഹല്ലായി മാറും. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അതിൽ ഹദീസും ഫിഖും ഒക്കെ ചർച്ചയുണ്ടെന്ന് പറഞ്ഞല്ലേ? അതിന് കുറച്ചിങ്ങനെ അങ്ങോട്ട് കൂടെ ആക്കിയിട്ട് ഹദീസും ഫിഖും, അതിന് ഹദീസിൽ തന്നെ തസവൂഫ് ഉണ്ടാവും. ഫിഖ് പറയുമ്പോൾ അതിൻ്റെ തസവൂഫ് പറഞ്ഞോട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ തഫ്സീറൊക്കെ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഫാത്തിഹൻ്റെ അർത്ഥം, നമ്മൾ സ്ഥിരം ഓതുന്ന സൂറത്തുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം പഠിക്കുക. നിസ്കാരത്തിൽ നമ്മൾ സ്ഥിരം ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ അത് പറയാം. എന്തോ ഒരു രസം മക്കളെ, റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി മിൽ അൽ അർദി മിൽ മാ ശിഅത. എന്ത് രസം തരും പറയാൻ. റബ്ബനാ പടച്ചോനെ, റബ്ബന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റബ്ബേ, രക്ഷിതാവേ എന്നർത്ഥം. റബ്ബിൻ്റെ അർത്ഥം എന്താ പറയുക? റബ്ബിൻ്റെ അർത്ഥം, റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഘട്ടത്തിനും വേണ്ടതൊക്കെ അപ്പപ്പോൾ തന്ന് പരിപാലിച്ച് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന കാരുണ്യവാനായ നാഥൻ എന്നർത്ഥമാണ് റബ്ബ് എന്ന വാക്കിന്. അപ്പോൾ റബ്ബന, ഞങ്ങളുടെ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്ന സ്നേഹനിധിയായ തമ്പുരാനായ അല്ലാഹ്. എന്നിട്ട് പറയാണ്, നിനക്ക് സർവ്വസ്തുതി കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മതിയാവുന്നില്ല. ആകാശം നിറയെ സ്തുതി, അത് കഴിഞ്ഞിട്ട് മതിയാവുന്നില്ല. അപ്പോൾ പറയാണ് ഭൂമി നിറയെ സ്തുതി, അത് കഴിഞ്ഞിട്ട് പിന്നെ മതിയാവുന്നില്ല. കുട്ടികൾ പറയില്ലേ, ഉമ്മ എനിക്ക് നിങ്ങളോട് നല്ല സ്നേഹമാണെന്ന് പറയും. എത്ര സ്നേഹം! ഈ ആകാശം നിറയെ സ്നേഹം എന്ന് പറയും. നിഷ്കളങ്കമായ ഒരു സ്നേഹപ്രകടനമാണ് കുട്ടികളുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലായിടത്തും സ്നേഹം അങ്ങനെയൊക്കെ പറയും. എന്നപോലെ ഒരടിമ ഉടമയോട് നിഷ്കളങ്കമായിട്ട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഇഅ്തിദാൽ എന്ന് പറയുന്ന പോസ്ചർ. അതിൻ്റെ ആത്മാവറിയാതെ എങ്ങനെ പോയി നിന്നിട്ട് എന്താ കാര്യം? അള്ളാഹു നമുക്ക് പുറത്തുരുമാറാവട്ടെ സഹോദരങ്ങളെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിമഹത്തായ വിശേഷങ്ങൾ, വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു കർമ്മമാണിത്. അത് ആത്മാവ് അറിയണം. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇൽമ് വേണം. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാൻ. അപ്പോൾ ഇൽമ് വേണം. എല്ലാവരും സജീവാക്കാൻ തീരുമാനിക്കുക, ദർസിൽ വരിക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തീരുമാനം വേണം കേട്ടോ, തീരുമാനം. ഞാൻ അടുത്ത ആഴ്ച പോകുമ്പോൾ ഇറങ്ങി ചോദിക്കും, ദർസിൽ ആൾക്കാരുണ്ടോ ചോദിക്കും. അതിനെന്ത് വേണമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പം നമ്മളെ കമ്മിറ്റി ഉണ്ടല്ലോ, മഹല്ല് കമ്മിറ്റിൻ്റെ കീഴിൽ വേറെ കമ്മിറ്റി ഉണ്ടോ? യൂത്ത് കമ്മിറ്റി ഉണ്ടോ? അങ്ങനത്തെ ഉണ്ടോ? അതൊക്കെ മഹല്ലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ആലോചിക്കുക. എന്ത് എനിക്കറിയില്ല, ഈ നാട്ടിലെ സാഹചര്യം എനിക്കറിയില്ല. ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ആലോചിക്കുക. മഹല്ല് ഇപ്പോൾ അവിടെ ഉസ്താദുമാരുണ്ട്. ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ, മഹല്ല് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുക? ഇതിന് വേണ്ടിയിട്ട്, വേറൊന്നുമല്ല, അറിവിന് വേണ്ടിയിട്ട് മഹല്ലിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അടുത്തൊരു സമൂഹം അവിടെ വളർന്നു വരണം. അതിന് വേണ്ടിയിട്ട് ഈ മഹല്ലിൽ ഒരു പെൺകുട്ടി ചാടിപ്പോകാൻ പാടില്ല, അതിന് കാവൽ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഈ മഹല്ലിൽ ഒരു ചെറുപ്പക്കാരൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട് നശിച്ചു പോകാൻ പാടില്ല, അതിന് കാവൽ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് യുവാക്കളുടെ കർമ്മസജ്ജരായ ഒരു സമൂഹം ഇവിടെ വേണം. അതിനല്ലാതെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഇത്രയും നമുക്ക് ആയുസ് കിട്ടിയിട്ട് കണ്ണും കയ്യും കാലത്തൊക്കെ കിട്ടിയിട്ട് അള്ളാൻ്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പിന്നെ ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, മഹ്ശറിൽ നാളെ അടുത്തുമ്പോൾ ഒരു ക്യൂ ഉണ്ടാവും. ഏതാ ക്യൂ എന്ന് പറയാം? സ്വർഗത്തുക്കുള്ള ക്യൂ ആയിരിക്കും. നരകത്തുക്കുള്ള ക്യൂ വലിയ ക്യൂ ആയിരിക്കും, കുറേ ആൾക്കാരുള്ള അതും ഉണ്ടാവും അവിടെ. അപ്പോൾ ഈ സ്വർഗത്തിലേക്കുള്ള ക്യൂവിൽ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ശരീരത്തിൽ 70-ലധികം, അതേപോലെ 100-ലധികം വെട്ടൊക്കെ കൊണ്ടിട്ട് സ്വഹാബാക്കൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടാവും. 100 വെട്ടുകൊണ്ട്, 70 വെട്ടുകൊണ്ട്, 50 വെട്ടുകൊണ്ട്, 25 വെട്ടുകൊണ്ട്, കയ്യും കാലും ശരീരം മുഴുവനും ദീനിന് വേണ്ടി സമർപ്പിച്ച്, ജീവിതം മുഴുവനും ദീനിന് വേണ്ടി സമർപ്പിച്ച ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. നമ്മൾ എവിടെ പോയി നിൽക്കുക? ആ ക്യൂ നിൽക്കാൻ പറ്റൂല. ഏറ്റവും ബാക്കിൽ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും സ്ഥലം ഉണ്ടാവില്ല. അവസാനം മറ്റേ ക്യൂവിൽ പോയി നിൽക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇപ്പം നമുക്ക് യുദ്ധം ചെയ്യാന്നുള്ളല്ലോ, ആ കാലം കഴിഞ്ഞു. അത് പണ്ടായിരുന്നു.
ഈ സ്വാതന്ത്ര്യ സമരം നടക്കും മമ്പറത്തെ പാപ്പാന് ചെറൂർ പട, നിങ്ങൾക്ക് നിങ്ങളീ നാട് ചെറൂർ തൊട്ടടുത്ത സ്ഥലം ചെറൂർ പടയും ഒക്കെ മമ്പറത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം. അങ്ങനെയുള്ള പടപ്പാട്ടുകളുടെ നാടാണ് ഈ ചമ്മാട്, കൊണ്ടോട്ടി, പരപ്പനങ്ങാടി, അതേപോലെ ഈ ചെറൂര്, ഈ പരിസര പ്രദേശങ്ങളൊക്കെ അങ്ങനെ തന്നെ. മുട്ടിയാറ എല്ലാ പ്രദേശം അങ്ങനത്തെ സ്ഥലമാണ് ഇവിടെ. അത് ഒരു ഭയങ്കര പാരമ്പര്യമുള്ള സ്ഥലമാണ്. തിരുങ്ങാടി ബാപ്പുലിയരും അങ്ങനെയുള്ള ഒരു തിരുങ്ങാടി ബാപ്പുലില്ല യുദ്ധത്തിൽ പങ്കെടുത്ത ആ സ്ഥലം പറയുന്നതിന് ആലി മുസ്ലിയാർ അടക്കമുള്ള വലിയ 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 സ്വാതന്ത്ര്യ സമര സേനാനികളായ പണ്ഡിതന്മാർ തിരുങ്ങാടിക്കാർ. അവർ ദർസ് നടത്തിയിരുന്നവർ ദർസ് ദൂരത്ത് ഇങ്ങോട്ട് മാറ്റി തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനാ. ദൂരെ ദർസ് നടത്തിയ ഉസ്താദ് ഈ തിരുങ്ങാടി ഭാഗത്തേക്ക് ദർസ് മാറ്റി. എന്തിന്? സമരത്തിൽ പങ്കെടുക്കാൻ. ദർസിൻ്റെ ഇടയിൽ പോയിട്ട് സമരത്തിൽ പങ്കെടുക്കാൻ. അത്രമാത്രം വീരശൂരരായ പരാക്രമികളായിരുന്നു നാട്ടിൽ. ഇന്ന് അങ്ങനെയുള്ള യുദ്ധം നമുക്ക് വേണ്ടതില്ല. ഇവിടെ ജനാധിപത്യ ഭരണമുണ്ട്, ഇവിടെ നമുക്ക് ഗവൺമെൻറ് ഉണ്ട്. ഇവിടെ ഗവൺമെൻറ് നയങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ആ ജനാധിപത്യ ശൈലിയിലുള്ള സമരങ്ങളെ നമുക്കിന്ന് വേണ്ടതുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളറിയാതെ നിങ്ങളുടെ അനുജന്മാർ, നിങ്ങളറിയാതെ നിങ്ങളുടെ അനുജത്തിമാർ കൈവിട്ടു പോകുന്നുണ്ട്.